العالمين. عمدة كتاب النكاح. من احتاج إلى النكاح من الرجال, ആണുങ്ങളിൽ നിന്നും നിക്കാഹിലേക്ക് ആവശ്യമായവർ, മനഹിത്താജ ആരെങ്കിലും ആവശ്യമായാൽ ഇനൽ നിക്കാഹ്, നിക്കാഹ് നക്കഹ വമ്മ നിലമന കൂട്ടി, അല്ലെങ്കിൽ ചവിട്ടി വത്ത് ചെയ്തു, അല്ലെങ്കിൽ അത് അക്ത് നടത്തി, അങ്ങനെയൊക്കെ പറയും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് മായനകൾ അതിന് പറയുന്നുണ്ട്. വത്തിന്റെ മേലെ ഹഖീഖത്താണോ, അക്ദിന്റെ മേലെ ഹഖീഖത്താണോ, ഭാഷാർത്ഥത്തിൽ കൂട്ടുക എന്നൊക്കെയാണ് അർത്ഥം. വജദ അവൻ എത്തിക്കുകയും ചെയ്തു, ഉഹുബത്തൻ അതിനുള്ള ഒരുക്ക് സാധനങ്ങളൊക്കെ എത്തിച്ചു. ഒരുക്ക് സാധനം മഹർ, ചെലവെടുക്കാനുള്ള ചെലവ് അവന് സുന്നത്താണ്. ഒന്ന് വമനിഹിത്താജ ആവശ്യക്കാരനാണ്, പക്ഷെ ഫഖദൽ ഉഹുബത്ത, ഉഹുബത്തില്ല. നനുദിബത്തർക്കു കല്യാണം കഴിക്കണ്ട, കല്യാണം കഴിക്കാതിരിക്കൽ സുന്നത്ത് അവനെ സംബന്ധിച്ചു. അപ്പൊ പിന്നെ മനുഷ്യന്മാർക്കുള്ള ശൈവത്തൊക്കെ എന്തോ ചെയ്യും ഉസ്താദേന്ന്, ഒന്നും ചെയ്യണ്ട, നോമ്പ് പിടിക്കണം. നോമ്പ് പിടിക്കുമ്പോൾ അതൊക്കെ പോകും. യക്സുറ ഷഹവത്തഹു, അവന്റെ ആഗ്രഹങ്ങളെ അവൻ പൊട്ടിച്ചു കളയണം, വികാര വിചാരങ്ങളെ പൊട്ടിച്ചു കളയണം. വിശ്വമി നോമ്പുകൊണ്ട് അല്ല, ഇനിയിപ്പോ സോമ കൊണ്ട് നിക്കുന്നില്ല ഉസ്താദെ, എന്നാലും എന്നാ പിന്നെ മഹറിനൊക്കെ പൈസ ഉണ്ടാക്കിയിട്ട് പെണ്ണ് കെട്ടിക്കും. അല്ലാതെ ശഹവത്തിനെ പൊളിച്ചു കളയുന്ന മരുന്നൊക്കെ ഉപയോഗിച്ച് അതൊന്നും ഇല്ലാതാക്കി കളയണ്ട. പിന്നെ പെണ്ണിട്ടുമ്പോ അല്ലാത്ത വർക്കത്തിലായിരിക്കും കേട്ടാ. ഒമൻ ഒരാൾ ലമ്മയത്തീരൻ നിക്കാഹി, നിക്കാഹിലേക്ക് ആവശ്യമില്ല. അപ്പൊ ഫഖദൽ ഉഹുബത്ത, ചെലവ് കൊടുക്കാനുള്ള ഊപത്തും കിട്ടിയില്ല, മഹറോ ചെലവൊന്നും. എന്നാ കുരിയാലോ ഓന് കറാഹത്താണ്. അപ്പം കറാഹത്ത്, നിക്കാഹ് കറാഹത്ത്, തർക്ക് കറാഹത്ത്, പിന്നെ കറാഹത്ത്, നിക്കാഹ് സുന്നത്ത്, ഇങ്ങനെ മൂന്നാല് കോലായിപ്പോ അഹ്കാമുകളിൽ നിന്നും. അമൻ വജദഹ, ഒരുക്കെല്ലാം ഉണ്ട്. ഉജിത മാനിയുമ്പി, അവനിലൊരു മാനിയുണ്ട്. മിൻ ഹറമിൻ വ മറദിൻ ദായിമിൻ, എന്നാ കറാഹത്തൊന്നുമില്ല, കെട്ടിക്ക അല്ല. ലാക്കിന്നൽ ഇസ്തിഗാല ബിൽ ഇബാദത്തി, അങ്ങനെ പറയുമ്പം ഇബാദത്ത് കൊണ്ട് ജോലിയാകൽ അഫ്ളലു അല്ല. ഇപ്പൊ ഇബാദത്തും ചെയ്യുന്നില്ലെങ്കിലോ ഫന്നിക്കാഹു അഫ്ളലു, ഒരു പെണ്ണിന്റെ സംരക്ഷണം ഏറ്റെടുക്കലാവും അല്ല. അമ്മൽ മറുകത്ത്, ഇപ്പൊ ആണുങ്ങളെ പറ്റി പറഞ്ഞു, പെണ്ണുങ്ങളെ പറ്റി പറയാത്തതിന് പെണ്ണുങ്ങളെ കംപ്ലൈന്റ് ചെയ്താലോന്ന്. നിഹത്താജത്തോളം ആവശ്യമായില്ല, നിക്കാഹിലേക്ക് ആവശ്യമായ നുദിവലഹ, അവൾക്ക് സുന്നത്താണ്. അവൾക്ക് സുന്നത്തിനെ വാപ്പാട് പറയണം കെട്ടിച്ചാൽ ഇല്ല, കുറവ് തരാത്താക്കപ്പെടും അല്ല. സുന്നത്താണ്. എത്തുമ്പോ ഞാൻ കല്യാണം കഴിക്കട്ടെ, ബിക്കറല്ല, ബിക്കറിനെ കല്യാണം കഴിക്കും, കന്യാചർമ്മം നീങ്ങാത്തോളം. പിന്നെ വലൂതൻ, ഒരുപാട് പ്രസവിക്കുന്ന പെണ്ണുങ്ങള്, അതുവേ ഇങ്ങനെ കെട്ടുന്നതിന് പെണ്ണ് പ്രസവിക്കുന്ന അറിയാതെ. അത് കുടുംബക്കാരെയൊക്കെ നോക്കിയാൽ മതി. ഓളെ കുടുംബത്തിലുള്ളവരൊക്കെ നോക്കുമ്പോ അവരൊക്കെ അങ്ങനെ പെറ്റുകൂട്ടുന്നവരാണ്. അതിനോട് ഖിയാസാക്കാൻ നോക്കും. ജമീലത്ത്, നല്ല ഭംഗിയുള്ള പെണ്ണിനെ കിട്ടണം, വല്ലാതെ ഭംഗിയാലും ഇടങ്ങേറായിപ്പോ മറ്റുങ്ങൾ വേറെ എന്തെങ്കിലും കൂടെ പോകും. ദയ്യീനത്ത്, നല്ല ദീനുള്ള പെണ്ണിനെ കിട്ടിയിട്ടുണ്ട്. ആഖിറത്ത്, നല്ല ബുദ്ധിമതി അല്ല, നല്ല ബുദ്ധിയുള്ള പെണ്ണിനെ കെട്ടിക്കാൻ നല്ലതാണ്. ദയ്യീനത്ത്, നല്ല ദീനുള്ള പെണ്ണാട്ടെ. നസീബത്തൻ, തറവാട്ടുകാരിയാട്ടെ. ലേസത്ത് ഖറാബത്തൻ ഖരീബത്തൻ, അടുത്ത കുടുംബക്കാരിയാകണ്ട.
അല്ല ഇപ്പൊ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ഫൈദാ അസമ അലാ നിക്കാഹി ഇംറഅത്ത്, ഒരു പെണ്ണിനെ നിക്കാഹ് ചെയ്യുന്നതിന്റെ മേൽ അസ്മ് ചെയ്തു. കാരണം മനസ്സിലാക്കണേ, പെണ്ണങ്ങ് കാണാൻ പോവല്ല, രണ്ടു കുടുംബവും തമ്മിൽ സംസാരിച്ച് അങ്ങനെയൊക്കെ അന്ന് പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ഇനി കാണാൻ സുന്നത്തുള്ളൂ. എന്താ ഫസുന്നത്തുറ വക്കഫൈ, അതും ഒന്നാകെ ഉരിഞ്ഞിട്ടൊന്നും കാണാനൊന്നും പറ്റില്ല. അങ്ങോട്ട് നിന്നിട്ട് ഓളെ മുഖവും ഓളെ രണ്ട് മുൻകൈയും കണ്ടോട്ടെ. ഖബല അൻ യഖ്തുബഹ, ഓളോട് അവൻ കെട്ടാലോചന നടത്തുന്നതിന് മുമ്പ്. അല്ല വൈലം തഅ്ദൻ ഫീ ദാലിക, പെണ്ണതിന് അനുവാദം കൊടുത്തില്ലെങ്കിലും ശരി കാണാം. അല്ല ഒരു പെണ്ണിനെ കെട്ടണം തീരുമാനിച്ചു എന്നതിന്റെ അർത്ഥം. അപ്പൊ ഇനി ഓളെ കാണാം, നമുക്ക് ഓളോട് കെട്ടാലോചന ഓളോട് പോയി കെട്ടാലോചന നടത്തില്ല, പോയി കണ്ടോ, ഒരു പെണ്ണായിട്ട് കുടുംബം സംസാരിച്ചില്ല, പോയി കാണാൻ നമുക്ക്. എന്താ ഇത് അസമ അലാ നിക്കാഹി ഇംറഅത്ത്, ആദ്യം തന്നെ പോയി കാണല കാര്യപരിപാടി ആദ്യം തന്നെ. പിന്നെ നമുക്ക് എത്ര കിട്ടും അങ്ങോട്ട് ചോദിച്ചു ഇങ്ങോട്ട് ചോദിച്ചു, വേണ്ട പോയി. അങ്ങനല്ല, അങ്ങനെ കാണാമെന്നും പോലും. പെണ്ണ് കാണുന്നതിനൊക്കെ നിയമമുണ്ട്. രണ്ട് കുടുംബങ്ങൾ തമ്മിൽ പെണ്ണ് കാണുന്നതിന് നിയമമുണ്ട്. അല്ലാതെ അങ്ങോട്ട് കാണാൻ പോകുന്നതല്ല, പോയി കളല്ലോ, അതൊക്കെ ഒരു മോശമാണ്. അല്ല കാണാൻ പാടില്ല. കണ്ടിട്ട് നമുക്ക് എന്നൊക്കെ എന്നെ ഇഷ്ടപ്പെട്ടോ, എന്നാ പിന്നെ നമുക്ക് കെട്ടാലോചന നടത്തേനി. അപ്പൊ എവിടെ കാണാവൂ, മുഖവും കയ്യേ കാണാവൂ. അനുവാദം കൊടുത്തില്ലെങ്കിലും കാണാം. കാണാൻ അവൻ തന്നെ കാണുമല്ലോ, പെണ്ണുങ്ങളൊട്ട് കണ്ടാലും മതിയല്ലോ. ഏതാ ഇപ്പൊ അവളൊക്കെ ഇങ്ങോട്ട് കാണരുത് സുന്നത്തുണ്ട്. ഇങ്ങൾക്ക് അങ്ങോട്ട് മാത്രമല്ല, അവക്കും ഇങ്ങോട്ട് കാണരുത് സുന്നത്തുണ്ട്. മുസ്ലിയാരെ മുണ്ട് മാത്രം എടുത്തോണ്ട് മാറി ഞാൻ നോക്കട്ടെ മുസ്ലിയാരെ എന്ന് പറഞ്ഞാല്, മുഖവും മുൻകൈ ഒഴിച്ചുള്ള എല്ലാ സ്ഥലവും പെണ്ണിന്റെ കാണാം. അല്ല മുഖവും മുൻകൈയും മാത്രമേ കാണാൻ പെണ്ണിന്റെ. ആണിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിസ്കാരത്തിന് അവരത്തെവിടാ ഒട്ടുവക്കലിന്റെ ഇടയിലുള്ള സ്ഥലമാണ്. മുസ്ലിയാർ ഒരു വലിയ തോർത്തോടത്തോട്ട് മാറിയില്ല, ഞങ്ങളെന്ത് കാലട്ടെ എന്താ എന്നൊരു പെണ്ണ് ശാന്യം പിടിച്ചാൽ കാണിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അതാരും നോക്കുന്നില്ലല്ലോ, ഇല്ലേ? അതാരും നോക്കുന്നില്ല, അത് നോക്കണം. എന്താ നിനക്കിന് പെണ്ണിനെ നല്ലോണം കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നീ കാണണ്ട, പെണ്ണുങ്ങളെ പറഞ്ഞിട്ടോളി. അപ്പൊ അവര് പോയി നോക്കിയിട്ടൊക്കെ വരും. അവർക്ക് കാണാമല്ലോ, കുഴപ്പമില്ലല്ലോ. അപ്പൊ അവര് വന്നിട്ട് വിശേഷിപ്പിച്ചു തരും. അതല്ല മുസ്ലിമുള്ളത് എന്ന് കിട്ടാമേരത്തിൽ റസൂൽ ആണ പറഞ്ഞു വിട്ടായിരുന്നു. അങ്ങനെയൊക്കെ അതീതൊക്കെ ഉണ്ട് കേട്ടാ. ഈശ്വരനുൽമറുകത്തി ആയതാൻ പെണ്ണിന് സുന്നത്തുണ്ടോ എന്ന് തന്നൂറ ഓള് നോക്കട്ടെ. മിനർ റജിൽ നിന്ന് വൈറ ഔറത്തിഹി, അതിന്റെ മുട്ടുപൊക്കലിന്റെ ഇടയിലല്ലാത്ത എല്ലാത്തരം നോക്കാം. ഇതാ അറാദത്ത് തസ്ബീജഹു, ഇയാൾ തന്നെ കെട്ടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഫൈനഹ, അപ്പൊ അവൾക്കും യോജിബുഹ മിന്നു മാ യോജിബുഹു മിന്ന. എന്നാ അപ്പൊ സൗജന്യയിൽ നിന്നുള്ള എല്ലാ ഓരോരുത്തർക്കും അവറത്ത് സ്വലാത്ത് അല്ലാത്ത എല്ലാം കാണാം. അവറത്ത് സ്വലാത്ത് എന്താ മുഖവും മുൻകൈയും പെണ്ണിന്റെ കണ്ടോട്ടെ. മുസ്ലിയാരെ ആണെങ്കിലോ ആണിന്റെ ആണെങ്കിലോ ഒരു പെണ്ണങ്ങനെ ചാട്ടയും പിടിച്ചാൽ കാണിക്കേണ്ടി വരും. രണ്ട് പെണ്ണുങ്ങൾക്കൊന്നും ഓതി കൊടുക്കണ്ട, ഇല്ലയോ? അങ്ങനെയാണോ മസല? അങ്ങനെയാണോ മസല? എങ്ങനെ ആണുങ്ങ ആണ് കാണൽ ചടങ്ങും തോന്നി. എന്തോ അമ്പലമല്ല നിങ്ങളുടെ ചടങ്ങോന്ന് നടത്താൻ ചോദിക്കുന്നത്. ആണ് കാണൽ ചടങ്ങാണ് ഈ പെണ്ണ് കാണുമ്പോൾ നടക്കുന്നത്. അതുപോലെ കാണുന്നത് ഇങ്ങനെ പെണ്ണുങ്ങനെ ഇങ്ങനെ കണ്ണും പൊട്ടിയിട്ടിരിക്കുക എന്നെ കാണാതെ. എന്താണ് പെണ്ണ് കാണൽ ചടങ്ങേ ഉള്ളു ഉസ്താദെ, ആണ് കാണൽ ചടങ്ങ് കാണുന്നില്ലല്ലോ. അത് തീർച്ചയായിട്ടും അങ്ങനെ കാണിച്ചോളൂ. അപ്പൊ അത് തുടക്കാവട്ടെ, അല്ലേ? മഖ്സൂം എന്നിട്ട് പോകുമ്പോഴേ
ആ വീട്ടുകാരെ പറഞ്ഞാലേ ആ പെണ്ണുങ്ങളെ പറഞ്ഞാൽ ആരെങ്കിലും വിട്ടു പറയും പെൺപിള്ളേരെ കൊണ്ട് പറയിപ്പിച്ചാൽ നമ്മൾ പോയി പറയണ്ട. ആ മുസ്ലിയാർ ഓതി മുസ്ലിയാരാ നീ പറയണ മുസ്ലിയാർ എനിക്ക് നല്ലോണം ഒന്ന് കാണണം എന്ന് പറയണം. ഇയാൾ അവർക്ക് മാത്രം പറഞ്ഞിട്ട് കൊണ്ട് വായിക്കാൻ പറയണം. എന്താണ് ചെയ്യ. വലഹു അവന് അനുവദനീയമാണ് തക്രീറുന്നബരി നോട്ടം ആവർത്തിച്ചോട്ടെ, അത് കുഴപ്പമൊന്നുമില്ല. വല എന്നൂറ് നോക്കാൻ പാടില്ല. വൈറൽ വജീവൽ കഫൈനി മുഖവും മുങ്കയ്യല്ലാത്ത സ്ഥലം നോക്കരുത്. അല്ല വയഹ്റുമു ഹറാമാണ്. ഇനി മസ്സല പറയണം, അടുത്ത മസ്സല. വയഹ്റുമു ഹറാമാകും എന്നൂറു ഒരു പുരുഷൻ നോക്കാൻ ഹറാമാണ്. ഇലാ ശൈഇൻ മിനൽ അജ്നബിയ്യാ അജ്നബിയ്യത്തായ ഒരു പെണ്ണിന്റെ ഒന്നിലേക്കും നോക്കാൻ പാടില്ല. നോക്കാൻ പാടില്ല. എന്തിനാ പാടുന്നത്? അന്യ പെണ്ണുങ്ങൾ എന്തിനാ കാണുന്നത്? സ്വഭാവം കാന വജ്ഹഹാ ഔ ശഅറഹാ ഔ ദുഫറഹാ നഖ ആയാലും മുടി ആയാലും തൊലി ആയാലും ഒന്നും കാണാൻ പാടില്ല. ഈ മുസ്ലിംമാരൊക്കെ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പം കണ്ണടച്ച് യാത്ര ചെയ്യണം, കണ്ണിനെ വഴിപ്പെടുത്തി യാത്ര ചെയ്യണം, കണ്ണുകൊണ്ട് ഹറാമിയത്ത് നോക്കരുത്. ഹുറത്തൻ കാനത്ത ഉമത്തൻ എന്താ ഓളുടെ മിസാലിലേക്ക് നോക്കാം. കണ്ണാടിയിൽ ഇങ്ങനെ നിൽക്കുക, അങ്ങനെ നോക്കുന്നൊരു കുഴപ്പമില്ല. ഓളെ കാണാൻ പാടില്ലെന്നേ ഉള്ളൂ. വലാഹറുമുന്ന മിസാലിയ ഫീനവി മിർആത്തിൻ മസനൻ എന്താ വലൈസ സൗത്ത് മിനൽ അവറത്തി സൗത്ത് അവറത്തിൽ പെട്ടതല്ല, അങ്ങനെ പെട്ടതാണെന്ന് പറഞ്ഞവരുണ്ട്. ഫലാഹറുമു സമാഉഹു മാലം യഖഉ മിൻഹു ഫിത്നത്ത് അവിൽ അംറദിൽ ഹസനി കാണാൻ കൊള്ളാവുന്ന താടിയും മീശയും കുളിക്കാത്ത കുട്ടികളിലേക്ക് നോക്കലും ഹറാമാണ്. അസ്സലാമേ കർശനാക്കി പറഞ്ഞ ആളാണ് ഇമാം നവവി തങ്ങൾ ആ വിഷയം. ഇമാം നവവി തങ്ങള് അങ്ങനെ കർശനാക്കി പറഞ്ഞ് ചെറുക്കാൻ പറ്റും. അങ്ങനെ ഇങ്ങനെ മുഖത്ത് നോക്കിക്കൊണ്ട് ഇമാം നവവി തങ്ങൾ ഒറ്റ നോട്ടം നോക്കി, മുഖത്ത് ഒരൊറ്റ നോട്ടാ നോക്കിയുള്ളൂ ഇമാം നവവി തങ്ങൾ. നിങ്ങൾക്കുള്ള നമുക്കായി ഒരൊറ്റ നോട്ടം നോക്കി ഇമാം നവവി തങ്ങൾ. അവന്റെ മുഖത്തുള്ള എല്ലാ തൊലിയെല്ലാം ഹൂന്ന് പറഞ്ഞു. അതുകൊണ്ട് അമ്രദീങ്ങളെ നോക്കൽ ഹറാമാണ്. യഹ്റുമൂന്ന് വളരെ കറക്റ്റായിട്ട് പറഞ്ഞേക്കുന്നത്. നമുക്കിങ്ങനെ പിള്ളേരെ മുഖത്ത് നോക്കി അവരെ കൊണ്ട് കാലൊക്കെ പിടിപ്പിച്ച് അതിന്റെ സുഖത്തിലിങ്ങനെ അവിൽ അമ്രദിൽ ഹസൻ യഹ്റുമു നദറു അമ്രദിൻ വഹുവ മൻ ലം യബ്ലുഗ് പ്രായപൂർത്തിയാകാത്തവനാണ്. ഔ മൻ ലം യബ്ലുഗ് അവാന തുലൂഇൽ ലിഹ്യത്തി ഗാലിബൻ എന്താ അത് ചെറിയതായാലും വേണ്ട നോക്കാനേ പാടില്ല. അതിൽ കർശനം പറഞ്ഞാണ് ഇമാം നവവി തങ്ങൾ. ഇമാം നവവി തങ്ങളാണ് ആ വിഷയത്തിൽ ഭയങ്കര കർശനം പറഞ്ഞത്. ഫിത്തിനെ ഭയന്നില്ലെങ്കിൽ നോക്കാമെന്നത് ചില ആൾക്കാർ പറഞ്ഞു. എനിക്ക് ഒരു പറച്ചിലേ ഉള്ളൂ. വലോ ബിലാശഹുവത്തിൻ വേണ്ട ആഗ്രഹങ്ങളൊന്നും കൂടാതെ മാംനിൽ ഫിത്തിനെ പേടിക്കലുമില്ല. ഇവിടെ എനിക്കൊന്നും സമ്മതിക്കത്തൊന്നുമില്ല. അതൊന്നും പറയല്ലേ, വലിയ ചൂപികളൊന്നും ആവണ്ട. അങ്ങനെ ഫിത്തിനെ ഭയക്കുന്നില്ല. അതേ പ്രകാരം തന്നെ എനിക്ക് അങ്ങനെ മറ്റുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. അതൊന്നും പറയല്ലേ, അതൊക്കെ വിഷയങ്ങളാണ്. വഹാദാ മഅ്തമദഹു നവവിയ്യു ഇമാം നവവി റഹ്മഹുല്ലാഹ് ഇഅ്തിമാദ് ചെയ്ത മഅ്തമദ ബഅദുൽ മുതഅഖിരീന മഅ്തമദഹു റാഫി അന്നഹു ലാ യഹ്റുമു നദറു നോട്ടം ഹറാമില്ല ഇലൽ അംറദിൽ ഹസനി ഇല്ലാ ഇദാ കാന ബിശഹബത്തിൻ ഔ ഇൻദ ഖൗഫിൽ ഫിത്ന. ശഹബത്തുണ്ടെങ്കിലേ ഹറാമുള്ളൂ എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ. റാഫി ഇമാമൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അല്ലെ ഫിത്നയൊന്നും ഇല്ലെങ്കിൽ നോക്കുന്നത് കുഴപ്പമില്ല എന്ന് റാഫി ഇമാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നവവി ഇമാമൊക്കെ കർശനമായി നിരോധിച്ച ആളാണത്. അങ്ങനെ എന്തിന് എത്രത്തോളമൊക്കെ പറയണോന്ന് ചോദിച്ചു ഇമാം നവവിയെ പറ്റിയിട്ട് ഒരു പണ്ഡിതൻ. എത്രത്തോളം കൂട്ടി പറയണമെന്ന് ചോദിച്ചപ്പോഴാണ് ആ പണ്ഡിതൻ മരിച്ചപ്പം അയാളുടെ ജനാസ പൊതിഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പാമ്പ് വരുന്നു, അയാളെ വാ തുറക്കുന്നു, നാവെടുത്തോണ്ട് പോകുന്നു.
മനസ്സിലായ? ആളുടെ സന്നിധാനത്തിൽ വെച്ചിട്ട് ആകെ ധൈര്യമില്ല അതിനെ ഓടിക്കാൻ. ഇത്രയൊക്കെ കൂടുതൽ പറയണോന്ന് ചോദിച്ചതേ ഉള്ളൂ. അത് നല്ല ആളായിരിക്കും, പണ്ഡിതനായിരിക്കും. അതുകൊണ്ട് ദുനിയാവിൽ തന്നെ ശിക്ഷ നടപ്പാക്കി വിട്ടു പോട്ടെ. നമ്മൾ വിചാരിക്കുന്നത് ചെറിയ നവർ മൈൻഡാന്ന്. വലൗ ബിലാ ശൈബത്തിൻ മഅ അംനിൽ ഫിത്നത്തി ഫഖീല യജൂസു. അല്ല, അനുവദനീയമാണ്. അനിയന്തുറമിനല്ല മറ്റവർ മസല അവിടെ പറഞ്ഞു, നോട്ടത്തിൽ ആരെയൊക്കെ അവിടെ പറഞ്ഞായിരുന്നു. ഇനി അതിന് പ്രത്യേക മസല ഒന്നും ഉണ്ടാകത്തില്ല. പെണ്ണിനെ നോക്കാൻ പറ്റുന്ന, പെണ്ണ് കാണുന്നതിനെ പറ്റി പറഞ്ഞു. ഇയാൾ നീ ആണ് കാണലും കൂടെ വെക്കണമെന്ന് പറഞ്ഞു. നമ്മളെ നിരക്കാൻ പറഞ്ഞു, ഇനി ആണ് കാണ എന്തോ എന്തായാലും പറ്റി പറഞ്ഞ ആണിനെ കാണുന്ന ചടങ്ങ് അതിന്റെ ഇല്ലാത്തത്. യാസിനൊക്കെ ഇനി പെണ്ണാണാൻ പോയിക്കോ, കുഴപ്പമില്ല. പെണ്ണാണുമ്പോ മുഖവും മുങ്കയും മാത്രമേ കാണാവൂ. ആ പെണ്ണിന് ഇങ്ങോട്ട് നോക്കൽ സുന്നത്തുണ്ട്. മുഖവും മുങ്കയ്യുമ്പോ പിന്നെ ഇങ്ങോട്ട് കഴിക്കും. മുഖവും മുങ്കയ്യാകുമ്പം അവറത്ത്, നിസ്കാരത്തിലുള്ള അവറത്ത് കഴിഞ്ഞ് മക്കൾ നോക്കാം. അപ്പൊ മുഖവും മുങ്കയും മാത്രമേ കാണാം. പെണ്ണ് പറഞ്ഞു എനിക്ക് നിങ്ങളെ കാണണമെന്ന് പറഞ്ഞാല് യാസീന പറഞ്ഞു, മുസ്ലിയാലേ ഇവിടോ, നിങ്ങളെന്തായാലും മുസ്ലിയുടെ ഒക്കെ കൂടെ ആക്കുന്നില്ലേ, വാ എനിക്ക് നിങ്ങളെ ഇത് കാണണം. കണ്ടു എന്ന് പറഞ്ഞു. കണ്ണ് ഇങ്ങനെ ഉണ്ടാ പോരാ, പനിയനൊക്കെ ഊരാൻ പറഞ്ഞു പെണ്ണുമുള്ളി. നിങ്ങള് ഇവിടെ അവറത്ത് മറിച്ച് നിൽക്കി, ബാക്കിയുള്ള ഭാഗമല്ല എനിക്ക് കാണണമെന്ന് പറഞ്ഞാല് കാട്ടിക്കൊടുക്കൽ സുന്നത്താണ്. അപ്പോഴാ എന്നെ മക്കുസൂദ് അതെന്ത് ചെയ്യാ, ആണ് കാണൽ ചടങ്ങില്ലാത്തത്. അതിന് 10 വരെ ഒരു പോണത് ആഗ്രഹമുണ്ട് കേട്ടോ. 10 വെപ്പിടെ നമ്മളെ ശരീരം കട്ടോട്ടേത്. ഹലോ, അതല്ലേ പറഞ്ഞതിനർത്ഥം. എന്താണ് അപ്പൊ ഇതാ മസല. മസല ഇങ്ങനെയാണുള്ളത്. പെണ്ണിനെ നോക്കാം, മുഖവും മുങ്കയില്ലാത്ത, മുഖവും മുങ്കയിലും മാത്രം നോക്കാം. പെണ്ണിനെ ആണിനെ നോക്കാം, അവർക്ക് സുന്നത്താത്. എന്നെ കെട്ടാൻ വരുന്ന ആളിനെ നോക്കട്ടെ, അത് നോക്കിക്കോ, കുഴപ്പമില്ല. അതുകൊണ്ട് നല്ല പഠിച്ച പെണ്ണുങ്ങളെ ഒന്നും പോയി കെട്ടണ്ട. പെണ്ണ് പറഞ്ഞാൽ എന്ത് ചെയ്യും, അപ്പൊ തന്നെ ദേഷ്യം പിടിച്ചിറങ്ങി പോടി തന്നെ ഒരുക്കില്ലേ. അങ്ങനെ തന്നെ, അത് അവക്കുള്ള അവകാശ നോക്കല്. ഒരാണിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അവറത്തല്ലാത്ത മുട്ടുപൊക്കലിനിടയിൽ അല്ലാത്ത എല്ലാ സ്ഥലവും കാണാം, കുഴപ്പമില്ല. ഈ ഇങ്ങനെ കെട്ടാൻ ഉദ്ദേശിച്ചാലാണ്, ഇയാളെ എനിക്ക് ഭർത്താവായി കിട്ടണം എന്ന് ഉദ്ദേശിക്കുമ്പോഴാണ് ആ പറഞ്ഞത്. അല്ലാതെ ആണുങ്ങൾ പോയി കാണാൻ പറ്റും. പെണ്ണുങ്ങൾ കാണാൻ പറ്റുമ്പോ ഹറാമാകും എന്നാ പറഞ്ഞേക്കുന്നത്. ഇവിടെ പറഞ്ഞ മസാലയിലൊന്നും പെണ്ണ് ഇങ്ങോട്ട് കാണുന്നതിനെ പറ്റി പറഞ്ഞില്ല. പറഞ്ഞോ, ഇവിടെ പറഞ്ഞില്ലേ യഹ്റും ഹറാമാണ് റജുലു ഇലാ ശയ്യിൻ മിനൽ അജാനിബി എന്നല്ല. മറ്റേത് പറയാമെങ്കിൽ വയത് പറയുന്നിടത്ത് ആള് കണ്ടിട്ടില്ല, പെണ്ണുങ്ങളൊന്നും വരത്തില്ല. പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെ കാണാൻ പറ്റുമോന്ന്, അത് ചില ദീനീ രംഗങ്ങളിലൊക്കെ കാണാൻ പറ്റുന്നൊക്കെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇത്രയേ ഉള്ളൂ. മറ്റത് കുല്ലുൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം കുല്ലുൽ മുഅ്മിനാത്തി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന. അന്യ പെണ്ണുങ്ങളോട് തങ്ങൾ പറഞ്ഞു ആറ്റുങ്ങൾ കണ്ണീമി ഇറന്നോട്ടെ, അന്യ ആണുങ്ങളെ കാണണ്ട എന്ന് പറഞ്ഞു. അത് ആയത്തിനകത്തുണ്ട്. മനസ്സിലായേ? അപ്പൊ ഇവിടെ ഈ പറഞ്ഞ മസാലകളിലൊക്കെ പെണ്ണിന് ഇങ്ങോട്ട് നോക്കാൻ പറ്റുമോ എന്നാ പിന്നെ വിഷയം. അല്ല യഹ്റുമായി എന്നുള്ള റജുലുൽ അജ്നബിയു ഇലാ ശയ്യിൻ മിനൽ മർഅത്തിൽ അജ്നബിയത്തി ഹുറത്തൻ കാനത് ഉമ്മത്തൻ. അല്ല, മുഖം ആയാലും എവിടെ ആയാലും കാണാൻ പാടില്ല എന്നതാണ് നിയമം. ഇങ്ങോട്ട് കാണാൻ പാടുണ്ടോ പാടില്ല, അത് ചില ഈ വാദന സന്ദർഭത്തിലോ അങ്ങനെ ചില സന്ദർഭങ്ങളിലൊക്കെ ഇമാമിങ്ങൾ ജായിസാക്കിന്ന് പരിപാടി ഒരു പരിപാടി കേട്ടതല്ല, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ.